ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിഥുൻ സ്കിൽസ് ഫെയർ. ഇന്ന് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മളുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും ഇന്നത്തെ നിങ്ങളുടെ ദിവസം വെൽ പ്ലാൻഡ് ആണ്? വളരെ കോൺഫിഡൻസോടെ യെസ് എന്ന് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. യെസ്, വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വീട്ടിലെ വീട്ടമ്മ മുതൽ പ്രൊഫഷണൽസിന് വരെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ടൈം മാനേജ്മെന്റ്? വളരെ എഫക്റ്റീവായിട്ട് പ്ലാൻഡ് ആയിട്ട് നമ്മളുടെ ഒരു പർട്ടിക്കുലർ ഡേ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 2026 അപ്രോച്ച് ചെയ്യാണ്. ഇപ്പോൾ ഓൾറെഡി 2025 നവംബർ ആയി. നിയർലി 1.5 മന്തേ ഉള്ളൂ നമുക്ക് 2026 റിസീവ് ചെയ്യാനായിട്ട്. നമ്മളിൽ എത്ര പേര് പ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും 2026 നമ്മൾ ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കും? ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ നമ്മൾ നൈറ്റിൽ ഉറങ്ങാനായിട്ട് ബെഡിലേക്ക് പോകണവരെ നമ്മളുടെ ഒരു ഡേ എങ്ങനെയായിരിക്കും എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നാളെ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നാളത്തേക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്, എത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ കറക്റ്റ് ആയിട്ട് ടൈം സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യണം. ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയില്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നമ്മളിൽ എത്ര പേർ പ്രോപ്പർ ആയിട്ട് ഒരു ദിവസം മിനിമം ഒരു 3 to 5 പേജസ് റീഡ് ചെയ്യാറുണ്ട്? റീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമ്മളുടെ വീട്ടിൽ വരുന്ന ഒരു ന്യൂസ് പേപ്പർ റീഡിങ്ങോ അല്ലെങ്കിൽ കുട്ടികളുടെ ബാലരമ പോലെയുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഓതേഴ്സിന്റെ ബുക്സ് വായിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര പേര് പ്രോപ്പർ ആയിട്ട് രാവിലെയും ഈവനിങ്ങിലും കുറച്ച് ടൈം പ്രയറിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്? എത്ര പേര് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പോലുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്? ഭൂരിഭാഗം ആൾക്കാരുടെയും ആൻസർ നോ എന്നായിരിക്കും. പക്ഷെ ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായി ആൻസർ പറയും. കാരണം എത്ര പേര് നമ്മളുടെ വ്യൂവേഴ്സിൽ ബിഗ് ബോസ് സീസൺ കാണാറുണ്ട്? എത്ര പേര് പ്രോപ്പർ ആയിട്ട് നൈറ്റിൽ കറക്റ്റ് ടൈമിൽ ടിവിയുടെ മുമ്പിൽ പോയിരുന്ന സീരിയൽസ് വാച്ച് ചെയ്യാറുണ്ട്? എത്ര പേര് നമ്മൾ വെറുതെ ഫോൺ വിളിച്ച് ടൈം കളയാറുണ്ട്? യെസ്, ഭൂരിഭാഗം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ യൂസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾക്ക് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ടൈം വിനിയോഗിക്കുന്നില്ല. നമ്മളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനോ, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുവാനോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ടൈം വിനിയോഗിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റഡീസ് പറയുന്നത് കുട്ടികൾക്ക് മിനിമം 8 hours പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാവണം. അതേപോലെ അഡൾട്ട്സിനാണെങ്കിൽ മിനിമം 6 to 8 hours സ്ലീപ്പ് ഇനഫ് ആണ്. നമ്മളുടെ ഒരു ഡേയിലെ ഒരു 8 hours നമ്മൾ സ്ലീപ്പിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 മണിക്കൂർ നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലൈഫിന്റെ സക്സസ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ടോപ്പിക് അല്ല. ഓരോ സെക്ടർ എടുക്കുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണലിനെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മ എടുക്കുകയാണെങ്കിൽ, ഒരു സ്റ്റുഡന്റിനെ എടുക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ്മാനെ എടുക്കുകയാണെങ്കിൽ, ഓരോരുത്തരുടെയും ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരുടെ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ആൾക്കാരുടെ ഡേ തുടങ്ങുന്നത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എല്ലാവരുടെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് റീഡിങ്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ, ഫിസിക്കൽ എക്സസൈസ്, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടൈമിങ്. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നമ്മുടെ ബിസിനസിന്റെ ജോബിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അത്യാവശ്യമാണ്. സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ട്രെയിനിങ് കൊടുക്കാനും നമ്മുടെ ചാനൽ മിഥുൻ സ്കിൽസ് ഫെയർ ഓൾവേസ് സന്നദ്ധമാണ്. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ നിരന്തരം നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് കുറെ കാര്യങ്ങൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽ കൂടെയാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ
അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അസിസ്റ്റൻസോ ട്രെയിനിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ചാനലുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകളോ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്സോ നിങ്ങൾക്ക് നമ്മുടെ മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലും മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗപ്രദമായ മറ്റു പല ടോപ്പിക്കുകളും കണ്ടന്റുകളുമായിട്ട് മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ വിത്ത് മിഥുൻ സ്കിൽസ് ഫെയർ.